إن الحمد لله وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ ഹജ്ജ് 56-57 രണ്ട് വചനങ്ങൾ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. അൽ മുൽക്കു യൗമഇദിൻ ലില്ലാഹ്. അൽ മുൽക്കു അന്നത്തെ ദിവസം ആധിപത്യം മുഴുവനും രാജാധിപത്യം മുഴുവനും യൗമഇദിൻ അന്നേ ദിവസം ലില്ലാഹി അല്ലാഹുവിനുള്ളതാണ്. നോക്കൂ നിങ്ങൾ, മഹ്ശറാവൻ സഭയിൽ മുഴുവൻ മനുഷ്യരെ അത് നബി അലൈഹി സ്വലാമിന്റെ മുഴുവൻ മക്കളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ച് പ്രഖ്യാപിക്കുന്നതാണ്, അനൽ മലിക്, ഞാനാണ് രാജാവ്, അനൽ ജബ്ബാർ, ഞാനാണ് രാജാധിപത്യം പുലർത്തുന്നവൻ, അധികാരസ്ഥൻ ഞാനാകുന്നു. അത് മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുശേഷം പ്രഖ്യാപിക്കുകയാണ്, ഐനൽ ജബ്ബാറൂന ഐനൽ മുതകബ്ബിറൂൻ, ഭൂമിയിലെ ജബ്ബാരികളും അധികാരസ്ഥന്മാരും അതുപോലെ കിബ്ർ നടിച്ച ഞാൻ തന്നെയാണ് വലിയവനെന്ന് പ്രഖ്യാപിച്ച ഫിർഔനെ പോലെ ഫറോവയെ പോലെയുള്ള ആൾക്കാരും എവിടെയെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അതികഠിനമായ കോപിഷ്ഠനായിക്കൊണ്ട് രംഗപ്രവേശനം ചെയ്യുന്ന ഒരു രംഗമുണ്ടെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു പറയാണ്, അൽ മുൽക്കു യൗമഇദിൻ ലില്ലാഹ്, അന്നേ ദിവസം ആ രാജാധിപത്യം മുഴുവനും അള്ളാഹുവിനേക്കാകുന്നു. ആർക്കും അതിൽ യാതൊരു പങ്കുമില്ല. ആർക്കും തന്നെ അള്ളാഹുവിന്റെ മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ള അനുമതി പോലും ലഭിക്കില്ല. അതേസമയം സൃഷ്ടികൾ അതിവിശിഷ്ടനായി അറിയപ്പെടുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് ആദ്യമായി അല്ലാഹുവിന്റെ മുമ്പിൽ അനുമതി ലഭിക്കുന്നത്, സംസാരിക്കാനുള്ള അനുമതി ലഭിക്കുന്നത്. അതാണ് ശഫാഅത്തുൽ കുബ്ര എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് മാത്രമല്ല അല്ലാഹു പറയുന്നു, യഹ്കുമു ബൈനഹും, അവർക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിധി കൽപ്പിക്കുന്നതാണ്. വല്ലദീന ആമനു, ആ വിശ്വസിച്ച ഒരു കൂട്ടർ അപ്പോൾ വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചവരും ഫീ ജന്നാത്തിൻ നഈം, സുഖാഡംബരത്തിന്റെ സ്വർഗ്ഗത്തിലായിരിക്കും അവർക്ക് പ്രവേശനം ലഭിക്കുക. അത് മാത്രമല്ല അല്ലാഹു പറയുന്നു, വല്ലദീന കഫറു, അതേസമയം നേരെ തിരിച്ച് അവിശ്വാസികളായ ഒരു കൂട്ടർ വഖദ്ദബൂ ബിആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ ആയത്തുകളെ കളവാക്കിയ കൂട്ടർ ഫഉലൈക ലഹും, അവർക്കുണ്ട് അദാബുൻ മുഹീൻ, നിന്ദ്യമായ ഒരു ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞാൽ നിന്ദ്യമായ നരകശിക്ഷ അവരെ കാത്തിരിക്കുന്നു എന്നാണ് അല്ലാഹു പറയുന്നത്. വിശ്വാസികൾക്ക് സുഖാഡംബരത്തിന്റെ സ്വർഗപ്രവേശനവും അതേസമയം അവിശ്വാസികൾക്ക് അതിനിന്ദ്യമായ കഠോരമായ കഠിനമായ നരകശിക്ഷയുമാണ് ലഭിക്കുക. നോക്കൂ നിങ്ങൾ, സുമറ കൂട്ടം കൂട്ടമായി നരകത്തിലേക്കും കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്കും ആനയിക്കപ്പെടുന്ന ആ ദിവസത്തെ ആ ഭയാനകതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ആയത്തിൽ കൂടി വിശദീകരിച്ചു തരികയാണ്. അല്ലാഹുവിന്റെ മാത്രം അധികാരത്തിലും ആധിപത്യത്തിലും ഉള്ള ആ ദിവസത്തിലേക്കുള്ള യാത്രയാണ് നമ്മുടെ മുന്നിലുള്ളത്. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.